അപ്പോൾ ഇന്ന് ഇത്തിരി പഴയ ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ പോയ പാലക്കാട് ഊട്ടി ട്രിപ്പാണ് കേട്ടോ. ഞങ്ങൾ മാത്രമല്ല അശ്വതിയും ഫാമിലിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടത്തിലെ. ഈ കഴിക്കുന്നത് അശ്വതിയുടെ അമ്മ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്ന അരിയുണ്ടയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുണ്ടല്ലോ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വാതുക്കലാണെങ്കിൽ നിറച്ച് കത്തികൾ നിരത്തി വെച്ചിരിക്കുമായിരുന്നു. ലാസ്റ്റ് ഇതേ 2 കത്തികൾ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് കേട്ടോ. അങ്ങനെ ഇതേ പാലക്കാടിൻ്റെ ചൂടും സൗന്ദര്യവും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ഞാൻ എങ്ങോട്ടേക്കാണ് ഈ പോകുന്നതെന്നല്ലേ. ഇതാണ് നമ്മുടെ ഈ ഒരു ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴേ അല്ലേ അശ്വതി എന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് വല്ലാണ്ട് അങ്ങ് കൊതിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിള്ളേരെ എല്ലാം അശ്വതിയുടെ സിസ്റ്ററിൻ്റെ വീട്ടിലാക്കിയതിന് ശേഷം ഞങ്ങൾ 4 പേരും കൂടെ ദേ ഇങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് പോന്നിട്ടുണ്ടായിരുന്നേ. ഇത്രയും ചൂടൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ഈ വെള്ളത്തിനൊക്കെ എന്ത് നല്ല തണുപ്പായിരുന്നെന്നറിയാവോ. അങ്ങനെ ദേ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാനായിട്ട് എല്ലാവരും ചേർന്ന് ഇതേ ഒരു റെസ്റ്റോറൻറ്റിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അശ്വതിയുടെ സിസ്റ്ററിൻ്റെ വക സ്പെഷ്യൽ കുഴിമന്തിയൊക്കെയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇന്നുണ്ടായിരുന്നത്. ഞാൻ വീഡിയോ എടുക്കുമ്പോഴുണ്ടല്ലോ അപ്പൂസ് ഇതേ പുറകെ ഇരുന്ന് എന്തൊക്കെയോ കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ദേ ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി ഇതാ പാർക്കിങ്ങിൽ നിന്നും എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത് പോകുന്നത് പാലക്കാട് ഡാം കാണാനായിട്ടാണ് കേട്ടോ. പാലക്കാട് ഡാമിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ചെന്നത് ഈ ചേട്ടൻ്റെ കടയിലേക്കായിരുന്നു കേട്ടോ. ചേട്ടൻ ഞങ്ങൾക്ക് നല്ല അടിപൊളി സർബത്തൊക്കെ ഉണ്ടാക്കി തന്നു. ഇതാണ് ഡാമിലെ ഫിഷ് കേട്ടോ. ഇവരിതിങ്ങനെ ലൈവായിട്ട് നമുക്ക് വറുത്തൊക്കെ തരുമായിരുന്നു. വയറ്റിൽ ഒരു തുള്ളി സ്ഥലം ബാക്കി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫിഷൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ശേഷം ചേട്ടൻ ഞങ്ങൾക്കുണ്ടല്ലോ ചായയും നല്ല പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തിരിച്ചു പോകുന്ന വഴി ഒരുപറ്റ മയിലുകളെയൊക്കെ കണ്ടു. പക്ഷെ വീഡിയോയിൽ ഒന്നിനെ മാത്രമേ കിട്ടിയുള്ളൂ. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ഊട്ടി.